പണ്ടൊരു കുട്ടി വളരെ വിഷമത്തോടെ തന്റെ അച്ഛനോട് പറഞ്ഞു, എന്നെ മാത്രം എല്ലാവരും ഒഴിവാക്കുകയാണ്, എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. കുട്ടിയൊന്ന് നോക്കിയ ശേഷം അച്ഛൻ തന്റെ അരികിലിരുന്ന ഒരു പേപ്പറും പേനയും ശേഷം അവനോടായി പറഞ്ഞു, ഇതിലിപ്പോ നിന്റെ മനസ്സിൽ എന്താണോ വരുന്നത് അത് വരയ്ക്ക്. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ അതിലൊരു വര മാത്രം വരച്ചു. ശേഷം അത് അച്ഛനെ നേരെ നീ. അത് കണ്ട് അയാൾ പറയാൻ തുടങ്ങി, ഇത് നീ ഒരു കർഷകനെ കാണിക്കുക. ശേഷം അയാൾ അതിൽ എന്താണ് കണ്ടതെന്ന് നീ എന്നോട് ഒന്ന് പറയാം. കുട്ടി ഓടി ഒരു കർഷകന്റെ അടുത്തെത്തി അയാളോട് ചോദിച്ചു, താങ്കൾ ഇതിൽ എന്താണ് കാണുന്നത്? ഉടനെ അയാൾ പറഞ്ഞു, ഇതിൽ വെറും ഒരു വര മാത്രമല്ലേ ഉള്ളൂ. കുട്ടി തിരികെ അച്ഛന്റെ അടുത്ത് വന്ന് അത് പറഞ്ഞു. ശേഷം അച്ഛൻ പറഞ്ഞു, നീ ഇതൊരു മെക്കാനിക്കിനെ കാണിക്കും, അയാൾ ഇതിൽ എന്താണ് കാണുന്നതെന്ന് എന്നോട് ഒന്ന് പറയാം. കുട്ടി ഓടി ഒരു മെക്കാനിക്കിന്റെ അടുത്ത് ചെന്നു അയാളോട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അയാളും പറഞ്ഞു, ഇതിൽ വെറും ഒരു വര മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ ഓരോരുത്തരോടായി ചോദിക്കാൻ പറഞ്ഞു. എല്ലാവരും അവസാനം പറഞ്ഞതും ഒരേ ഉത്തരം തന്നെ, ഇതിൽ വെറും ഒരു വര മാത്രമല്ലേ ഉള്ളൂ. അവസാനം കുട്ടി അച്ഛനോട് തന്നെ ചോദിച്ചു, ഇതിലൊരു വര മാത്രമല്ലേ ഉള്ളൂ, അതിൽ കൂടുതൽ എന്താണുള്ളത്? അകലെ നിന്നൊരു ചിത്രകാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മറ്റുള്ളവരോട് നീ ചോദിച്ച അതേ ചോദ്യം തന്നെ അയാളോടും കൂടെ ചോദിക്കും. കുട്ടി ഓടി അയാളുടെ അരിയിലേക്ക് ശേഷം ചോദിച്ചു, നിങ്ങൾ ഇതിൽ എന്താണ് കാണുന്നത്? കുട്ടി ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ അത് മേടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം അയാൾ അത് തിരിച്ചു കൊടുത്തു. പക്ഷെ ഇത്തവണ ചിത്രത്തിലേക്ക് നോക്കിയ കുട്ടിക്ക് അത് വിശ്വസിക്കാനായില്ല. കാരണം മറ്റുള്ളവരെല്ലാം വെറും ഒരു വരയെന്ന് പറഞ്ഞതിനെ അയാൾ മനോഹരമായിട്ടുള്ളൊരു ചിത്രമാക്കി മാറ്റി. കുട്ടി അതുകൊണ്ട് തിരികെ തന്റെ അച്ഛന്റെ അരിയിലേക്ക് ആ ചിത്രത്തിലേക്ക് നോക്കി അയാൾ പറയാൻ തുടങ്ങി, നിന്നെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നിന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ അഗാധവും മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് ഇതുപോലെ അത് വെറും ഒരു വരയായിരിക്കും. ഒരു കണക്കിന് ലൈഫ് എന്ന് പറയുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ്.